കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ സഹോദരീ സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി നവോത്ഥാനത്തിന്റെ 4 പതിറ്റാണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ചലനാത്മകമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ MSM മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വരും തലമുറയ്ക്ക് മാർഗദർശനം നൽകുന്ന ഒരു സെഷനിലാണ് നാം പങ്കുചേരുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ സമഗ്രവും സമ്പൂർണവുമായ ദീർഘദൂരം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൌത്യനിർവഹണവുമായി രംഗത്തെത്തിയത്. 1970-കളിൽ KP പോലെയുള്ള പണ്ഡിതരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് കേരളത്തിൽ ആ സമയത്ത് ക്യാമ്പസുകളിൽ മതനിരാസവും മതനിഷേധവും ഒരു ഫാഷനായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രസ്ഥാനം ഒരു വിദ്യാർത്ഥി ഘടകത്തിന് രൂപം നൽകുന്നത്. 4 പതിറ്റാണ്ട് പിന്നിട്ട ഈ യാത്ര നമ്മുടെ മുൻഗാമികൾ കണ്ട അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. ചെറിയ പ്രായം മുതൽക്ക് തന്നെ മതത്തിന്റെ ചിട്ടകളും ശീലങ്ങളും പുതിയ തലമുറക്ക് കൈമാറാൻ നമുക്കിന്ന് സംവിധാനങ്ങളുണ്ട്. ബാലവേദി പ്രവർത്തനങ്ങൾക്ക് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഉജ്ജ്വലമായ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ആനിമേഷൻ ഫിലിമുകളുടെയും കാർട്ടൂണുകളുടെയും ലോകത്ത് സ്വപ്നജീവികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുരുന്നുകളെ സംഗീത താളമേളങ്ങളില്ലാതെ, ഭാവന കഥാപാത്രങ്ങളില്ലാതെ അവരുടെ പ്രായത്തിനൊത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇത് MSMന്റെ ബാലവേദിയുടെ ഒരു പ്രവർത്തനം മാത്രമാണ്. അവർ സ്കൂളിൽ പ്രവേശിക്കുന്ന കാലത്തിന് തൊട്ടു മുന്നേ കിൻഡർ ഗാർട്ടനിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ദിശാബോധം നിർണ്ണയിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളെ ആ പാതയിൽ ക്ഷണിക്കുന്നതിനു വേണ്ടി MSM രൂപം നൽകിയ അതിന്റെ ഏറ്റവും കൊച്ചു വിങ്ങാണ് ബാലവേദി. ഈ പ്രായം മുതൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന, സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ കോളേജുകളിൽ, വിവിധ ക്യാമ്പസുകളിൽ, അറബിക് ക്യാമ്പസുകളിലും പ്രൊഫഷണൽ ക്യാമ്പസുകളിലും ആർട്സ് കോളേജുകളിലും പഠിക്കുന്ന ഓരോ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് MSM മുന്നോട്ട് പോവുകയാണ്. സ്കൂൾ വിങ്ങിലൂടെ വേറിട്ടൊരു വിദ്യാർത്ഥി സംസ്കാരം സൃഷ്ടിച്ചെടുക്കുവാൻ MSMന് സാധിച്ചിട്ടുണ്ട്. ഉച്ചയൂണ് കഴിഞ്ഞ് ഗ്രൌണ്ടിലേക്ക് ഇറങ്ങി കുട്ടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും MSM സ്കൂൾ വിങ് പ്രവർത്തകർ വ്യതിരക്തമാകുന്ന കാഴ്ച മനോഹരമാണ്. കൂട്ടുകാരുടെയും കൂട്ടി നമസ്കാരം കഴിഞ്ഞിട്ട് അവർ കളിക്കുവാൻ പോകാറുള്ളൂ. അധർമ്മവും അക്രമരാഷ്ട്രീയവും നിറഞ്ഞു നിൽക്കുന്ന പ്രൊഫഷണൽ ആർട്സ് ക്യാമ്പസുകളിൽ മൂല്യബോധത്തോടെ ലക്ഷ്യം മറക്കാതെ മുന്നേറുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അരാഷ്ട്രീയവാദവും തീവ്രവാദവും നിരീശ്വരവാദവും ബഹുദൈവത്വ സങ്കല്പവും യുക്തിപൂർവം സമാധാനത്തിന്റെ വഴികളിലൂടെ നാം പ്രതിരോധിച്ചു. പക്വമായ ഈ മുന്നേറ്റത്തിന്റെ സാക്ഷിയാണ് 4 പതിറ്റാണ്ടിനിടയിൽ ഒരു ക്യാമ്പസിലെയും MSMകാരന്റെ പേരിൽ ഒരു FIR തയ്യാറാക്കേണ്ട സാഹചര്യം ഇന്ന് കേരള പോലീസിനുണ്ടായിട്ടില്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മാതൃസംഘടനയുടെ മാർഗദർശനത്തിനു കീഴിൽ സജീവമായി നടത്തേണ്ട മുന്നേറ്റങ്ങൾ ഇനിയും അനിഷേധ്യം തുടരേണ്ടതാണ്. ചികിത്സ തേടി തന്റെ മുന്നിലെത്തുന്ന രോഗികളുടെ കയ്യിലെ ഏലസും ഐക്യലും നീക്കം ചെയ്യാൻ പുഞ്ചിരിയോടെ ആയത്തും ഹദീസും ഓതി ഉപദേശിക്കുന്ന മുസ്ലിം ഡോക്ടർമാരെ സൃഷ്ടിച്ചത് പ്രോഫ്കോണും കണ്ടിന്യൂം റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ നടക്കുന്ന ഇഖ്റ പാഠശാലകളുമാണ്. തിരക്കുകൾക്കിടയിൽ സഹപ്രവർത്തകനെ CD-യും ബുക്ക്ലെറ്റുമായി എത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളെയും കലുഷിതമായ ക്യാമ്പസ് മുറ്റത്ത് നാം സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ കേരളത്തിലെ പ്രാദേശിക ക്യാമ്പസ് CRE സെന്ററുകളിൽ എത്തുന്ന വിദ്യാർത്ഥി തലമുറകളിൽ നിന്ന് ഇതിന്റെ തുടർച്ചയാണ് നാം ഇനിയും ആഗ്രഹിക്കുന്നത്. 2002 കാലഘട്ടത്തിൽ പ്രസ്ഥാനം അതിശക്തമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ അന്നത്തെ MSMന്റെ സംസ്ഥാന നേതൃത്വമാണ് ISMന്റെ അഡ്വക്കറ്റ് കമ്മിറ്റി എന്നുള്ള പേരിൽ പുതുതായി കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം പുതിയൊരു വിങ്ങിന് രൂപം നൽകിയത്. അതിനുശേഷം അന്ന് MSMന്റെ നേതൃത്വത്തിൽ വന്ന TK അഷ്റഫ്, K സജ്ജാദ്, അഡ്വക്കറ്റ് അബി റഹ്മാൻ തുടങ്ങി ഇന്ന് ISM നേതൃത്വത്തിലുള്ള എന്റെ സഹപ്രവർത്തകരുടെ ക്ഷമയോടെയും ചിട്ടയോടെയുമുള്ള പ്രവർത്തനം ആദർശ രംഗത്തും സംഘടനാ രംഗത്തും പ്രസ്ഥാനം അനുഭവിച്ച
പ്രതിസന്ധിയുടെ പരിഹാരത്തിന് നമ്മുടെ നേതൃത്വത്തിന് ശക്തമായ പിന്തുണയായി മാറിയിരുന്നു. ആദർശമാണ് നമ്മുടെ ആത്മാവ്. നവോത്ഥാനത്തിന്റെ സാരാംശങ്ങൾ നാം സ്വീകരിച്ചത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. ശിർക്കും വിദഗ്ധത്വം, സിനിമയും സംഗീതവും തീവ്രവാദവും അരാഷ്ട്രീയവാദവും നിലനിൽക്കുന്ന ക്യാമ്പസ് പരിസരത്തെ ഇതേ ആയുധം ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ ഇനിയും നമുക്ക് കഴിയേണ്ടതാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് ഇന്ന് സംവിധാനങ്ങളുണ്ട്. മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മകൾ എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുവാനുള്ളത്? ഗുരുവരന്മാരെ ചീത്ത വിളിക്കുന്ന, സഹപാഠികളെ കുത്തിമലർത്തുന്ന, താൻ പഠിച്ച എത്തിക്സുകൾ വലിച്ചെറിഞ്ഞ് മനോരാജ്യങ്ങളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥിനികളെ രക്ഷിക്കാൻ നമുക്ക് CRE പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. പ്രോഫ്കോൺ പോലെയുള്ള പ്രൊഫഷണൽ ക്യാമ്പസ് സ്റ്റുഡൻസ് കോൺഫറൻസ് പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ന് MSMന് വിശദീകരിക്കാൻ കഴിയും. സയൻസ് പോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് നടത്തുന്ന സയൻസ് മീറ്റ് ദ സ്കോളേഴ്സ്, വിചാരവേദി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കുവാൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദഅ്വാരംഗത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മനസ്സുകളെ ഐക്യവും സ്നേഹവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കെടുത്ത് കക്ഷിത്വങ്ങളിലും ചേരിതിരിവുകളിലും പങ്കുചേരാതെ മുന്നേറുക. ഇനിയും ഒരുപാട് മൈൽക്കുറ്റികൾ നമുക്ക് താണ്ടാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥി സമ്മേളനത്തിന് ആശംസകൾ